അപ്പോൾ നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, അതായത് ഈ ഒരു ടൂറിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അത്. നമ്മൾ റാണി കി വാവാണ്, ഗുജറാത്തിലെ പട്ടനിലുള്ള. നമ്മൾ പോകുന്നത് എങ്ങോട്ടാ ചോട്ടാ? റാണി കി വാവ് കേട്ടാ. റാണി കി വാവ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വല്ലാണ് കേട്ടോ. സ്റ്റെപ്പ് വല്ല് നമ്മൾ പണ്ട് പോയിട്ട് അദാലത്ത് സ്റ്റെപ്പ് വല്ല് പോയിട്ട് അതുപോലത്തെ കിണറില്ലേ സ്റ്റെപ്പ് ഇറങ്ങിപ്പോന്നെ, അതിലേക്കുള്ള വഴിയാണ് കേട്ടാ. ഇത് എവിടെയാണെന്ന് അറിയാം. ഇത് കൃത്യസ്ഥലം എന്ന് പറഞ്ഞാൽ പഠാൻ എന്നാണ് കേട്ടോ. പട്ടൻ PATAN പത്താൻ എന്നാണോ പട്ടൻ എന്നാണോ ഗുജറാത്തിൽ കേട്ടാ. ഊഞ്ചേൻ്റെ അടുത്ത് അഹമ്മദാബാദ് ആ ഒരു ഏരിയയിലാണ് ഇത് വരുന്നത്. ഓക്കെ. ഇന്ത്യൻ വിസിറ്റേഴ്സ് 40, ഫോറിനേഴ്സ് 600. ഏതാ മാറ്റല്ലേ. ഒരു പാർക്കിംഗ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ തൊട്ട് കയറുമ്പോൾ എൻട്രി കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു പാർക്കുണ്ട്. നല്ല അടിപൊളി, നല്ല വിശാലമായ സ്ഥലമാണ്. നല്ല തണലുണ്ട്. കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് ഇവിടെ ഇരിക്കാനും കാറ്റ് കൊള്ളാനും ചെറിയ ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. ഈ വേലി കെട്ടിയത് കാണുന്നില്ല, അതിൻ്റെ താഴോട്ടാണ് ഈ സ്റ്റെപ്പ് വെല്ലുള്ളത്. അതായത് റാണി കി വാവ് സ്റ്റെപ്പ് വെല്ല്. സ്റ്റെപ്പ് വെല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ ഒരു വീഡിയോ മറ്റേ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അദാലജിൻ്റെ. അപ്പോൾ ഏകദേശം സെറ്റപ്പല്ല തന്നെ. ഇതിൻ്റെ താഴെ ഒരു സ്റ്റെപ്പ് വെല്ല്, അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ആയിരിക്കും അങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുക. അതാണ് ഇതിൻ്റെ ഒരു ഇത്. നടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഭൂമീൻ്റെ താഴോട്ട്, അതായത് നമ്മൾ പൊതുവേ ഈ കാണുന്ന ഇതൊരു നോർമൽ സ്ഥലം, ഇതിൻ്റെ താഴോട്ടാണ് ഈ സംഭവങ്ങൾ ഉള്ളത്. അതാണ് ഈ സ്റ്റെപ്പ് വെല്ലിൻ്റെ പ്രത്യേകത. അതായത് ദൂരത്ത് നമുക്ക് നോക്കിയാൽ ഇവിടെ ഇന്ത്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ അജൂട്ടന് ഇതാ റാണി കി വാവിൻ്റെ ഫോട്ടോയിൽ 100 രൂപ എടുത്തിട്ടുണ്ട്. ഈ 100 രൂപയിൽ കാണുന്ന ഇതാണ് ഈ സംഭവം റാണി കി വാവ്. നിങ്ങൾക്ക് തച്ചാൽ മതി, അതിൽ എഴുതിയിട്ടുണ്ട് ഇതേ സാധനമാണ്. ഇതാ കണ്ടോ കണ്ടോ കണ്ടോ. ഇപ്പോൾ ഏകദേശം നടന്ന് ഇവിടെ എത്തി. ഇപ്പോൾ ചൂടെല്ലാം പോയി നല്ല തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ സംഭവം. ഒരാൾ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കുഞ്ഞിനെ എടുത്തിട്ട്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൊത്തുപണികളാണ് കേട്ടോ. ഈ ചുമരിന് കാണുന്ന ഒരു പാറ പോലത്തെ കല്ല്, മണ്ണല്ല ഇത്. അപ്പോൾ അതിൽ നമ്മളുടെ ശിവൻ, മഹാവിഷ്ണു, അതുപോലെ ബ്രഹ്മാവ്, പിന്നെ ഒരുപാട് ദൈവങ്ങളുടെ കൊത്തുപണികളും ഉണ്ട്. അതുകൂടാതെ വേറെ എന്തെല്ലോ ഡിസൈൻസ് പഴയ കാലത്തുള്ള നിങ്ങൾക്ക് ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാൻ പറ്റും. എങ്ങനെ കൊത്തുപണീൻ്റെ ഒരു ഇപ്പം നമ്മളുള്ളത് ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് അതിൻ്റെ ഇടയിലാണ് കിണർ. അവിടത്തേക്ക് എൻട്രി ഇല്ല. ഇവിടുന്ന് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ശരിക്കും കൊത്തുപണികളും. മുകളിലൊരു ചെറിയൊരു ആർച്ച് പോലെ കാണുന്നുണ്ട്, അതിൻ്റെ താഴോട്ടാണ് കിണർ. ബാക്കി 4 സൈഡുകളും ഇങ്ങനെയാണ്. വിസിറ്റേഴ്സ് ഒരുപാടുണ്ട്. ഇന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇവിടുന്ന് താഴേന്ന് മുകളിലേക്കുള്ള ഇത് കാണിച്ചു തരാം. ഈ ഒരു കാണുന്ന ഫ്രെയിം ഇതാണ് 100 രൂപ നോട്ടിലുള്ളത് കറക്റ്റ്. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ഇതാണ് ഇത് കാണുന്നത്. ഇതിപ്പോൾ മോൾ ഭാഗത്തു നിന്നാണ്, അതായത് കിണറിൻ്റെ ഭാഗം. ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആർച്ച് ഷേപ്പുള്ള കിണറെന്ന് പറഞ്ഞത്. ഇതിൻ്റെ നേരെ താഴെയാണ് കിണറുള്ളത്. നമ്മൾ നേരത്തെ എടുത്ത വീഡിയോ അങ്ങേ സൈഡിൽ നിന്നാണ്, ഇത് നേരെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. ഈ ഒരു ഭാഗം കാണുന്നതാണ് ആ കിണറിൻ്റെത്. നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഇവിടുന്ന് ബാക്കി ഇത് ശരിക്കും ഭൂമി ലെവലിൽ തന്നെ, അതായത് നമ്മളെ ഗ്രൗണ്ട് ലെവലിൽ കണക്കായിട്ടാണ് ഉള്ളത്. സംഭവങ്ങളെല്ലാം അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന നല്ല താഴോട്ടാണ്. അതാണ് ഈ സ്റ്റെപ്പ് വെല്ലിൻ്റെ എല്ലാം പ്രത്യേകത. ഈ ഗുജറാത്തിൽ ഒരുപാട് സ്റ്റെപ്പ് വെല്ലുണ്ട്. അതിൽ ഇതിനെ തന്നെ സ്റ്റെപ്പ് വെല്ലിൻ്റെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. അതും കൊണ്ട് തന്നെയാണ് റാണി കി വാവ്. വാവ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇതുപോലെ സ്റ്റെപ്പ് വെല്ലിനെ പറയുന്നതാണ്. ഈ ഒരു കാണുന്ന കാഴ്ച
ഇതിൻ്റെ പുറത്തേതുള്ളതാണ്, ജസ്റ്റ് പുറത്തെ റോഡിൻ്റെ ഭാഗങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് റാണി കി വാവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.